ആ ഗിരി നീ ഇരിക്കെ. വേണ്ടമ്മ, ഞാൻ നിന്നോ. ഇവനെ എന്നെ വലിയ ബഹുമാനമാ. എന്റെ മുന്നിൽ ഇവ ഇരിക്കാറേ ഇല്ല. എടാ, ഇതുപോലുള്ള ചടങ്ങുകളില് നിനക്ക് ഇരിക്കാം. ഇരിക്കടാ. സാരമില്ലമ്മ, ഞാൻ ഇവിടെ നിന്നോളാം. ഓ, ഇവനും അങ്ങനെ തന്നെയാ. എന്റെ നിഴൽവെട്ടം കണ്ടാൽ എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി പൊക്കളെ. അല്ല, മോന്റെ പേര്? എന്റെ പേര് ഹരി എന്നാ. ഹരി എത്ര കൊല്ലമായി നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 5 വർഷമായി. അല്ല, ഇങ്ങനൊരു ആലോചന വരണമെന്നല്ലാതെ നിങ്ങളെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയില്ല. അല്ല, അമ്മാവൻ ജഡ്ജിയാണെന്നൊക്കെ അറിയാം. നീ നമ്മുടെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു? അല്ല, അത് ദത്തയ്ക്ക് കുറച്ചൊക്കെ അറിയാം. എന്തൊക്കെയല്ലേ അറിയൂ, എനിക്കറിയില്ലല്ലോ. ഞാനല്ലേ ഈ കുടുംബത്തിലെ കാരണവര്. കുടുംബ മഹിമയ്ക്കും പ്രതാപത്തിനും ഞങ്ങൾക്കും ഒരു കുറവുമില്ല. പണ്ട് കാലത്ത് ദേശവാഴികളായിരുന്നു ഞങ്ങളുടെ കുടുംബക്കാർ. രാജഭരണം മാറി പ്രജാഭരണം വന്നപ്പോ ദേശവാഴി സ്ഥാനം നഷ്ടമായെങ്കിലും ഇപ്പോഴും ഞങ്ങളെ നാട്ടുകാര് തമ്പ്രാക്കന്മാരായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ ഞാൻ ജഡ്ജിയായിരുന്നത് കൊണ്ടുള്ള ആദരവും ബഹുമാനവും വേറെ. അല്ല, പ്രജാഭരണമായാലും രാജഭരണമായാലും കരിനീലിക്കാവിലെ അവസാനത്തെ വാക്ക് ഞങ്ങള് പടനിലത്തുകാരുടെയാ. അത് ഞങ്ങളുടെ ഈ മുതുമുത്തച്ഛന്മാരുടെ കാലം മുതലേ ഉള്ള പഴക്കവാ. ഏതാ, കരിനീലിക്കാവിൽ സൂര്യ ഉദിക്കണമെങ്കിലും അസ്തമിക്കണമെങ്കിലും പടനിലത്തുകാർ വിചാരിക്കണം എന്നൊരു പ്രയോഗം തന്നെ ഈ നാട്ടിലുണ്ട്. അല്ല, ഇദ്ദേഹം ജഡ്ജിയാണെന്ന് പറഞ്ഞതുകൊണ്ടാ എന്റെ മോളെ ഡോക്ടറാ. വെറും ഡോക്ടറല്ല കേട്ടോ, കരിനീലിക്കാവിലെ ആദ്യത്തെ ഡോക്ടറാ. അവളാണ് ഈ നാട്ടിൽ നിന്ന് ആദ്യത്തെ MBBS എടുത്തത്. ഞാൻ അവളെ വിളിക്കാം, പരിചയപ്പെടുത്താം. പാർവതി. അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ പോയി നോക്കിട്ട് വരാം. ചടങ്ങിന് സമയമാകുമ്പോ വന്ന് വിളിക്കാം. നകുല, ഇവിടെ വന്നിരിക്കടാ. എന്റെ മകനാ, വലിയ കോറി മുതലാളിയാ. 10-15 ലോറിയൊക്കെ ഉണ്ട്, പിന്നെ 2 JCB. വന്നിരിക്കും. ഓ, അച്ഛൻ എന്തിനാ എന്നെ വിളിച്ചത്? ഇതാണ് എന്റെ മോള് പാർവതി, ഡോക്ടർ പാർവതി പത്മനാഭൻ. കരിനീലിക്കാവിന്റെ ഭാഗ്യം.